Hi dears, welcome to my YouTube channel. Standard 7 Social Science 9th chapter Maps and Technology to know the Earth. ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും എന്ന ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 7ാം ക്ലാസ്സിൻ്റെ മുൻ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. നിങ്ങൾക്കാവശ്യമായ ഇംഗ്ലീഷ് മലയാളം നോട്ട്സും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായും രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് മക്കളെ ഭൂപടം അഥവാ മാപ്പ്? എ മാപ്പ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ വോൾ എർത്ത് ഓർ എ പോർഷൻ ഓഫ് ഇറ്റ് ഓൺ എ പ്ലെയിൻ സർഫേസ്. ഭൂമിയെ ഭാഗികമായോ പൂർണ്ണമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നതാണ് ഭൂപടം. ഗ്ലോബ് എന്താണ്? ഗ്ലോബ് ഈസ് എ റിയൽ മോഡൽ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ് ഗ്ലോബ്. വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് മാപ്സ് ആർ യൂസ്ഡ്? ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നാം ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്? ടു ലൊക്കേറ്റ് എ പ്ലേസ്, ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കുന്നതിന്. ടു ഫൈൻഡ് ദ റൂട്ട് ടു ദ ഡെസ്റ്റിനേഷൻ സയൻറ്റിഫിക്കലി, ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിന്. ടു അണ്ടർസ്റ്റാൻഡ് ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിന്. എല്ലാം നമ്മൾ മാപ്പിനെ ആശ്രയിക്കുന്നു. അതുപോലെ ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന്, സൈനിക ആവശ്യങ്ങൾക്ക്, അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് നാം മാപ്പിനെ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ഗ്ലോബുകളുടെയും ഭൂപടങ്ങളുടെയും സവിശേഷതകൾ നോക്കാം. ഫസ്റ്റ്, മാപ്പ്. 2-dimensional ഇമേജ് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ദ്വിമാന ചിത്രീകരണം. Representation of the whole earth or a portion of it on a plane surface, ഭൂമിയെ ഭാഗികമായോ പൂർണ്ണമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നത്. Latitudes and longitudes are illustrated as straight lines. രേഖാംശ രേഖകളും അക്ഷാംശ രേഖകളും നേർരേഖകളായി ചിത്രീകരിക്കുന്നു. Very useful for collecting information of a specific place and for planning the route for a trip. ഒരു നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും യാത്രയ്ക്കായി വഴികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഏറെ പ്രയോജനകരം. നെക്സ്റ്റ്, ഗ്ലോബ്. എ റിയൽ മോഡൽ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ യഥാർത്ഥ മാതൃക. സ്ഫെറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണം. ഗിവ്സ് എ കോംപ്രിഹെൻസീവ് വിഷ്വൽ സെൻസ് ഓഫ് ദ എർത്ത് ആസ് ഇറ്റ് ഈസ് ഇലസ്ട്രേറ്റഡ് കംപ്ലീറ്റ്ലി, ഭൂമിയെ പൂർണ്ണമായും ചിത്രീകരിക്കുന്നതിനാൽ ഭൂമിയെ പറ്റിയുള്ള ഒരു സമഗ്രമായ ദൃശ്യബോധം പ്രദാനം ചെയ്യുന്നു. Longitudinal lines are illustrated as semicircles and latitudinal lines are illustrated as concentric circles. രേഖാംശ രേഖകൾ അർദ്ധവൃത്തങ്ങളായും അക്ഷാംശ രേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായും ചിത്രീകരിക്കുന്നു. ഇത്രയുമാണ് ഗ്ലോബ്സ് ആൻഡ് മാപ്സിൻ്റെ സവിശേഷതകൾ. മനസ്സിലായല്ലോ? ഈ ഭാഗത്തുനിന്ന് വരുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്ലോബ്സ് ആൻഡ് മാപ്സ്. റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഗ്ലോബ്സ് ആൻഡ് മാപ്സ്. അതായത് ഗ്ലോബുകളുടെയും ഭൂപടങ്ങളുടെയും സവിശേഷതകൾ എഴുതുക. അല്ലെങ്കിൽ ഗ്ലോബുകളും ഭൂപടങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, look at the next part. Maps can generally be classified into two based on their functions. What they are? Physical maps and cultural maps. Physical maps that depict natural features of a region.
such as topography, soil, rivers, climate, and vegetation. Cultural maps that depict man-made features or cultural features. For example, political divisions such as countries, states and districts, and roads, railways, ports, population distribution, etc. ഭൂപടങ്ങളെ അവ നിർവഹിക്കുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, ഭൗതിക ഭൂപടങ്ങൾ, ഫിസിക്കൽ മാപ്സ്. രണ്ട്, സാംസ്കാരിക ഭൂപടങ്ങൾ, കൾച്ചറൽ മാപ്സ്. ഇനി എന്താണ് ഭൗതിക ഭൂപടങ്ങൾ? ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. സാംസ്കാരിക ഭൂപടങ്ങൾ, മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഉദാഹരണങ്ങൾ? രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, ജില്ലകൾ തുടങ്ങിയ രാഷ്ട്രീയ വിഭാഗങ്ങൾ, റോഡുകൾ, റെയിൽപാതകൾ, തുറമുഖങ്ങൾ, ജനസംഖ്യാ വിതരണം തുടങ്ങിയവ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാംസ്കാരിക ഭൂപടങ്ങൾ അഥവാ കൾച്ചറൽ മാപ്സ് എന്ന് പറയുന്നത്. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, ഭൗതിക ഭൂപടങ്ങളിൽ നാച്ചുറൽ ഫീച്ചേഴ്സാണ്, സാംസ്കാരിക ഭൂപടങ്ങളിൽ മാൻമെയ്ഡ് ഫീച്ചേഴ്സാണ്. ഓർത്തു വയ്ക്കണേ. അതായത് പ്രകൃതിദത്തമായ സവിശേഷതകൾ, അതുപോലെ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ. ഫിസിക്കൽ മാപ്സ് ആൻഡ് കൾച്ചറൽ മാപ്സ് മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഈ രീതിയിൽ മാച്ച് ദ ഫോളോവിംഗ് ആയും വരാം. നോക്കൂ, എ സൈഡിൽ ഭൗമോപരിതല സവിശേഷതകളും ബി സൈഡിൽ ഭൂപടങ്ങളുടെ പേരുകളും കൊടുത്തിരിക്കുന്നു. ടീച്ചർ ഇത് മാച്ച് ചെയ്തിട്ടുണ്ട്, ഒന്ന് വായിക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻ, ബി കോളത്തിൽ ഏതാണ് മാച്ച് ചെയ്തുന്നത്? ക്ലൈമറ്റ് മാപ്പ്. ഫോറസ്റ്റ് ഏരിയ, വെജിറ്റേഷൻ മാപ്പ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാഡി ഫീൽഡ്സ്, അഗ്രികൾച്ചറൽ മാപ്സ്. റോഡ് നെറ്റ്വർക്ക്, ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്. മലയാളം, മഴയുടെ വിതരണം, കാലാവസ്ഥാ ഭൂപടം. വനവിസ്തൃതി, നൈസർഗിക സസ്യജാല ഭൂപടം. നെൽപ്പാടങ്ങളുടെ വിതരണം, കാർഷിക ഭൂപടം. റോഡ് ശൃംഖല, ഗതാഗത ഭൂപടം. അപ്പോൾ ഈ രീതിയിൽ എഴുതാനും മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ രണ്ട് ഭൂപടങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് മാപ്പിൽ സോയിൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ മണ്ണിനങ്ങളുടെ വിതരണവും. സെക്കൻഡ് മാപ്പിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണവുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവ രണ്ടും ഒരേ മാപ്പിൽ ചിത്രീകരിച്ചാലോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? യെസ്, രണ്ട് ഭൂപടങ്ങളിലും വിവരങ്ങൾ കൂടിക്കലർന്ന് നമുക്ക് ഏറെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും. കൂടാതെ വിവരശേഖരണം കൂടുതൽ സങ്കീർണമാകും, അതായത് ബുദ്ധിമുട്ടിലാകും. The information on both the maps when brought together will create confusion, making data collection complex. അതുകൊണ്ട് പ്രധാന ഭൗമോപരിതല സവിശേഷതകൾ ഓരോന്നും പ്രത്യേക ഭൂപടങ്ങളിലായി ചിത്രീകരിക്കുന്നു. That's why major geographical features are depicted on different maps. Focus on a particular topic or specific theme. ഒരു പ്രത്യേക വിഷയം മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ അഥവാ തീമാറ്റിക് മാപ്സ് എന്ന് പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ തീമാറ്റിക് മാപ്സ്?
വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്നാൽ എന്ത്? ഇങ്ങനൊരു ചോദ്യം വന്നാൽ എന്തായിരിക്കും ആൻസർ എഴുതുക? ഒരു പ്രത്യേക വിഷയം മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെയാണ് വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ അല്ലെങ്കിൽ തീമാറ്റിക് ഭൂപടങ്ങൾക്ക് എക്സാമ്പിൾസ്? നമ്മളിപ്പോൾ നേരത്തെ പിക്ചർ കൊടുത്തത് സോയിൽ മാപ്പ്, നാച്ചുറൽ വെജിറ്റേഷൻ മാപ്പ്, മിനറൽ റിസോഴ്സസ് മാപ്പ്, റോഡ് നെറ്റ്വർക്ക് മാപ്പ്, അതുപോലെ ഫോറസ്റ്റ് മാപ്പ്, ഇൻഡസ്ട്രിയൽ മാപ്പ്, ക്ലൈമാറ്റിക് മാപ്പ്, ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് എഴുതാൻ കഴിയും. ഇനി ഇത്രയും ഭാഗത്തിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കൂ.